എല്ലാവർക്കും നമ്മുടെ ചാനലായ ബഷി ടിവിയിലേക്ക് സ്വാഗതം. മൂവി റിവ്യൂസ് 9th എപ്പിസോഡിന്റെ 3rd പാർട്ട്. ഇന്ത്യൻ സിനിമയെ വിറപ്പിച്ച് മെഗാസ്റ്റാറിന്റെ ഭ്രമയുഗം. ഞാൻ നിങ്ങളുടെ മുബാഷിർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ലൈക്കും ഷെയറും. പടം ഇതിന്റെ മുകളിലില്ലൊരു പടം അത്രയും തകർത്തു എന്ന് വെച്ചാൽ ഇരുന്ന് പോകും. എന്ന് വെച്ചാൽ ഒരു കാരണവശാലും സ്പോയിലാക്കരുത് കേട്ടോ. ഇതിന്റെ കഥ ഇതിനകത്ത് നായകനെ കൊടുമൺ പോറ്റി ആരായിരുന്നു സ്പോയിൽ ചെയ്യരുത്. താക്കാൻ വേണ്ടി ബിഗ് സ്ക്രീനിൽ തന്നെ ഈ പടം കാണണം. ഓക്കെ, അടിപൊളി തകർത്തുമാരി. അതാ പറഞ്ഞത്, ബിഗ് സ്ക്രീനിൽ തന്നെ, അതായത് ഒറ്റിറ്റിൽ കാണരുത്, ടി വി കാണരുത്, ബിഗ് സ്ക്രീനിൽ തന്നെ വന്ന് കാണാൻ പടം. അതിന്റെ ഭംഗിയാവും ബിഗ് സ്ക്രീനിൽ തന്നെയാണ്. കണ്ടിരുന്നത് ഒറ്റിറ്റി എല്ലാം അടിപൊളി തകർത്തു. ഫിലിമിന്റെ ക്ലൈമാക്സ് എങ്ങനെയുണ്ട്? ക്ലൈമാക്സ് ഒക്കെ തകർത്തു, അടിപൊളി. ഫിലിം എങ്ങനെയുണ്ട്? നമുക്ക് എങ്ങനെ? മമ്മൂട്ടി എല്ലാവരും നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. മമ്മൂട്ടി ഉൾപ്പെടെ എല്ലാവരും നല്ലതായിരുന്നു. ഓക്കെ, സിദ്ധാർത്ഥ ഭരതനാണെങ്കിലും അർജുന അശോകനാണെങ്കിലും എല്ലാം നമ്മൾ മമ്മൂട്ടിയുടെ പണ്ട് വിധേയനിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. വിധേയനിലൊക്കെ കണ്ടിട്ടുള്ള മമ്മൂട്ടി 10 ഇരട്ടി കാണിക്കുന്നുണ്ട്. ഭയങ്കര എക്സ്പ്രഷൻസ്. എന്താണ് റിസൾട്ട് പടത്തിന്റെ മൊത്തം? നല്ല പടം, 100% എനിക്ക് ചെയ്യും. ഓക്കെ, ആ വൈബ്രേഷനൊക്കെ ശരിക്കും നമുക്ക് കിട്ടും. എന്തിരുന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പെർഫോമൻസ് അടിപൊളി എന്ന് പറയല്ല. ഇതിലാകെ 5 ക്യാരക്ടേഴ്സും കണ്ടുള്ളൂ. 5 ക്യാരക്ടേഴ്സിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മമ്മൂക്ക, പിന്നെ അർജുന അശോകൻ, സിദ്ധാർത്ഥ്. എന്തായിരുന്നാലും തിയേറ്ററിൽ തന്നെ കാണാനുള്ള സംഭവമുണ്ട്. പിന്നെ BGM ഒക്കെ ഉണ്ടല്ലോ, BGM മറ്റേ ഇടയ്ക്കുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല കിട്ടലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് ആസ്വദിച്ചാൽ അത് നമുക്ക് കിട്ടുള്ളൂ. എന്തിരുന്നാലും എന്തുകൊണ്ടും ഇത് മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂട്ടിയുടെ വേഷപ്പാർച്ചിൽ എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. മമ്മൂട്ടി ഇനി 400-ലധികം സിനിമകളിൽ ചെയ്ത മമ്മൂട്ടിയുടെ ഇനി പുതിയ എന്ത് വേഷപ്പാർച്ചയാണ്. പക്ഷേ ഈ സിനിമയിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ കൂടെ തന്നെയുള്ള അർജുന അശോകൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥ ഭരതൻ, ഇവരുടെ ഒരു വേഷപ്പാർച്ച കൂടിയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു അർജുന അശോകനെ സിദ്ധാർത്ഥ ഭരതനെ. ഒന്നാമത് ആ കാലഘട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. അതിന് സംവിധായകൻ പറഞ്ഞ പോലെ അതിന് നമുക്ക് ഈ കളറിൽ മാത്രമേ അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനോടൊപ്പം തന്നെ ദൃശ്യഭംഗി എന്നത് കളറിൽ മാത്രമല്ല, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഒരു മോണോക്രോമിൽ മഴ പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ഇതുവരെയുള്ള ഒരു ബെസ്റ്റ് മഴയുടെ ഒരു അനുഭവം നിങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഈ സിനിമയിൽ മഴ പെയ്യുന്ന രീതി, കാടിൻ്റെ ഭംഗി അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി, ഇതൊക്കെ ഈ മോണോക്രോമിൽ കാണുക, ഈ ഒരു സൗണ്ട് ഡിസൈനിൽ കാണുക, നല്ല സ്ക്രീനിൽ നല്ല സൗണ്ട് ഡിസൈനിൽ ഒരു വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇത് ഒരിക്കലും ഒരു OTT-യിൽ നിങ്ങൾക്ക് വർക്കാവില്ല. അത് പക്ഷേ ഈ ഒരു സിനിമ പറയുന്ന ആ ഒരു കാലഘട്ടമാണെങ്കിൽ അങ്ങനത്തെ ഒരു ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല. കാരണം ഈ പടത്തിന് ഒരു ഭീതി ജനിപ്പിക്കുന്ന രീതിയാണ്. കാരണം രാഹുൽ സദാശിവനായതുകൊണ്ട് അതിന് സസ്പെൻസ് ഒന്നുമില്ല. കാരണം ഒരു ഭീതി പെടുത്തുന്ന ഒരു ഹൊറർ രീതിയിലുള്ള ഒരു ത്രില്ലർ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ട രീതിയിലല്ല. ഹൊറർ രീതിയിൽ നായകൻ ആരാണ് വില്ലൻ ആരാണെന്നില്ല, പക്ഷേ ഹൊറർ രീതിയിലെ ഹൊറർ, അതാണ് മമ്മൂട്ടി. ഓക്കെ, താങ്ക് യു. ഹൊറർ ഫിലിമിലാണോ പോകുന്നത്? ഹൊറർ മൂഡിലാണോ പോകുന്നത്? ഹൊറർ മൂഡിലാണ് പടം പോകുന്നത്. ഈ ഹൊറർ മൂഡിൽ പോകുമ്പോൾ തന്നെ ഹൊറർ മൂഡിലുള്ള ചെകുത്താൻ, അതുകൊണ്ടാണ് നമ്മൾ മമ്മൂട്ടിയെ രാക്ഷസ നടികർ എന്ന് വിളിക്കുന്നത്. കാരണം ഈ സിനിമയിലെ രാക്ഷസനാണ് മമ്മൂട്ടി. ഈ സിനിമ ഹൊറർ മൂഡിലാണ് പോകുന്നതെങ്കിൽ തന്നെ അതിനിടയ്ക്ക് വരുന്ന ഒരു കോമഡി രീതിയിലുള്ള ബിറ്റുണ്ട്. പിന്നെ ഒരു പീരിയഡ് ഡ്രാമ, അത് പഴയ കാലത്തേക്കുള്ളൊരു തിരിച്ചുപോക്കുണ്ട്. അങ്ങനെ അതിഗംഭീരമായ ഒരു വിഷയത്തിലാണ് നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ കാണാത്ത രീതിയിലുള്ള കളർ പാറ്റേണും സൗണ്ട് ഡിസൈനും അഭിനയവും ഫോളോ ചെയ്യുന്നു. നായകൻ വില്ലൻ എന്നുള്ള ഒരു നായിക എന്നുള്ള കൺസെപ്റ്റ് ഇല്ല ഇതിനകത്ത്. ഒരു യക്ഷിയായിട്ടാണ് കാണിക്കുന്നത്. അത് സിനിമയിൽ അങ്ങനെ നായികയായിട്ടോ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. 3 മേജർ മെയിൽ ക്യാരക്ടേഴ്സിന് ഒരു അകപ്പെട്ടിരിക്കുന്ന സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ആയിട്ട് ഇപ്പോൾ മമ്മൂട്ടിയുടെ കൂടെ തന്നെ അർജുന അശോകനും സിദ്ധാർത്ഥ ഭരതനും മത്സരിച്ച് അഭിനയിച്ച സിനിമയാണ്. പുതിയ മമ്മൂട്ടിയെ കാണുന്നതോടൊപ്പം തന്നെ നമുക്ക് അർജുന അശോകനെയും പുതിയൊരു സിദ്ധാർത്ഥ ഭരതനെയും കൂടി കാണാൻ പറ്റുന്ന അതിഗംഭീര മൂവിയാണ്. ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് ഈ സിനിമ മമ്മൂട്ടിയുടെ എല്ലാ പരീക്ഷണ ചിത്രം എന്ന് പറയാൻ പറ്റില്ല. പുതിയ സിനിമകൾ ഏത് സിനിമയും പരീക്ഷണമാണെന്നാണ് മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത്. അത് ജനം ഇരുകൈയും നീട്ടി സ്വീകരിക്കും. കാരണം നിങ്ങളൊരു തുറന്ന ഓപ്പൺ മനസ്സ്
ആയിട്ട് വരിക. ഈ സിനിമ ഇതുവരെ നമ്മൾ ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലുള്ള ജനർ പാറ്റേൺ, ഒരു ഇന്ദ്രിയമോ അല്ലെങ്കിൽ ഒരു ആകാശഗംഗയോ പോലെയുള്ള ഹൊററല്ല. ഇതിൽ വേറെ തന്നെ രീതിയിലുള്ള ഒരു ഭീതി ജനിപ്പിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഫിലിം. പക്ഷേ ഞാൻ പറയുന്നത് കളറിൽ കാണുന്നത് പോലെയല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫിലിം സ്ക്രീനിലെ ഏറ്റവും നല്ല മഴ നിങ്ങൾ കണ്ടിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ കാട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും നല്ല കാട് നിങ്ങൾ കണ്ടിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ഒരു കൊട്ടാരം കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല കൊട്ടാരം നിങ്ങൾ കണ്ടിട്ടില്ല. കാരണം ആ രീതിയിലാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ആ മഴയുടെ സീൻ എനിക്ക് ഇപ്പോഴും ആ മനസ്സിൽ, ആ മഴയുടെ ശബ്ദം, ആ മഴയുടെ എടുത്തിരിക്കുന്ന രീതി ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിഗംഭീരമാണ്. കളർ എന്ന് ഡയറക്ഷൻ അതിഗംഭീരമായിട്ടുണ്ട്. രാഹുൽ സദാശിവന്റെ പുള്ളിയുടെ ഫേവറേറ്റ് ജോണർ ഹൊററാണ് ഫേവറേറ്റ് ജോണർ. അതിൽ അതിഗംഭീരമായി വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഹൊറർ മൂവി എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. താങ്ക് യു. പക്ഷെ അത് പുള്ളി ഒരു രക്ഷയില്ല. എന്താണാവോ പുള്ളി പ്രായം കൂടുന്തോറും മറ്റേ വീടിന് വീര്യം കൂടുമെന്ന് പറയും. അതുപോലെയാണ് പുള്ളി പ്രായം കൂടുന്തോറും ചെയ്തത്. ഓരോ എക്സ്പ്രഷൻസ് ആയാലും ഓരോ സീനും പുള്ളി, അതും നമുക്ക് ചില സീനുകളൊക്കെ ഉണ്ട് നമ്മൾ ഞെട്ടിപ്പോകും. പുള്ളിയുടെ ആക്ടിങ്ങും പുള്ളിയുടെ സസ്പെൻസ് ഒന്നുമല്ല, അത്യാവശ്യം ടെസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആ ഒരു പഴയ കാലഘട്ടം, ആ ഒരു ഹിന്ദു മിത്തോളജി ബേസ് ചെയ്ത് ഫൈറ്റ് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു പടമല്ല. അത്യാവശ്യം നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് പടം. ഒരു അധികാരം സസ്പെൻസ് ടിസ്റ്റാണ് പടം. ടിസ്റ്റുകളുണ്ട്. പക്ഷെ പടം കൊണ്ടുപോകുന്ന രീതിയാണ് ഒരു സ്ലോ പേസിൽ വന്നിട്ട് ലാസ്റ്റ് ആണെങ്കിൽ ആളി കത്തലുണ്ട്. ഒരു രക്ഷയില്ല പടം. തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം. ഞാൻ നിങ്ങളുടെ മുബാഷിർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ലൈക്കും ഷെയറും. ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം.